ആലിരക്കണ്ണ നിൻ അനുഗ്രഹം മുഴുവൻ ഈ കടയിൽ ചൊരിഞ്ഞിടണം ഭഗവാനെ. എൻ പ്രാണപ്രിയ സഖി ഒരു നല്ല അവളെ നീ സൂക്ഷിക്കണം. ഭഗവാന്, അടിയന്റെ ഭാര്യാസ്ഥാനം അലങ്കരിക്കുന്ന ആ താടയുടെ മർദ്ദന പരിപാടിയിൽ നിന്നും ഇന്നെങ്കിലും അടിയനെ രക്ഷിക്കണമേ ഗുരുവായൂരപ്പ. മീൻകാരി ജാനകിയും പാൽക്കാരി അമ്മണിയും ഇന്നും കൃത്യസമയത്ത് തന്നെ ദർശനം തരണമേ ഭഗവാന്. അമ്മക്കുട്ടി, രായപ്പനും രാജമ്മയും വിവാഹിതരായി. പാൽക്കാട് ശോശാമ്മയുടെ സ്വപ്നങ്ങൾ പോവണേ. പുതിയ പൂങ്കിനാവ് വന്നിട്ടുണ്ട്. അതിന്റെ ക്ലൈമാക്സ് തുടങ്ങാണ് കേട്ടാ അടുത്ത ആഴ്ച. വായിക്കണം കേട്ടാ, അത് വായിക്കണം, നിർബന്ധമായിട്ട് വായിച്ചിട്ടും കോപ്പി കിട്ടത്തില്ല. എവിടെ നോക്കിയാണ് സൈക്കിൾ ഓട്ടുന്നത്? നേരത്തേക്കാണ് വണ്ടി കയറ്റണത്. എന്ത് ചെയ്യാന്ന് ചേച്ചി, ബ്രേക്ക് പോയി, കൺട്രോൾ പോയി. അയ്യോ, ചേച്ചിയുടെ പിന്നിലിടിച്ചപ്പോ കാറ്റ് പോയി. അപ്പൊ മുന്നിലിടിച്ച എന്തായിരിക്കും സ്ഥിതി? അയ്യോ, ചുമ്മാതാണ്. ഞങ്ങൾ വനിതയുടെ കാര്യം പറയാറുതേ, വൈകുന്നേരം കാണണം കേട്ടാ. ആ അയ്യോ അയ്യോ, പാല് വന്നില്ല, പാല് വന്നില്ല. ഓ എന്താണപ്പെട്ട പാല് വരാൻ ഇത്ര താമസം? ഒറ്റ വേണ്ടല്ലേ പുഷ്കര, നിങ്ങളെ പോലുള്ള ഓരോരുത്തർക്കും കൊടുത്തല്ലേ വരുന്നത്. നല്ല മണം. കാർത്തേച്ചപ്പം എന്താ ഒന്ന് തരട്ടെ? എന്നാ കാലത്ത് തന്നെ ഊസിന് നട്ടാൻ നടക്കും. ഞാനേ കാർത്തേച്ചി ഒന്ന് കണ്ടിട്ട് വരാം. ചെല്ലി ചെല്ലി. ചേച്ചി, ഞങ്ങളുടെ കാര്യം. എന്ത് കാര്യം? ഞങ്ങളുടെ പാർട്ടിയുടെ വനിതാഭവനത്തിന് നേതൃത്വം ചേച്ചിയെ കിട്ടിയാൽ ഞങ്ങൾ ഒരു കളി കളിക്കും. നീ ഒന്ന് പോ പുഷ്കര, നിന്റെ ഒരു പാർട്ടി. പോയി വേറെ വല്ല പണി നോക്ക്. ചേച്ചി അങ്ങനെ പറയരുത്. ചേച്ചിയെ പോലുള്ള ഉസിരുള്ള പെണ്ണുങ്ങളാണ് ഞങ്ങളുടെ ആവേശം. അല്ല, ഞങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ. പുഷ്കര, നിനക്കൊക്കെ പിടിക്കാനും പഠിക്കാനും വേറെ ആളെ നോക്ക്. അയ്യോ ചേച്ചി, ആർത്തത്തിലല്ല. പിന്നെ ഇതൊന്ന് കുറച്ച് ഇടിച്ചതാ, തടിയൊന്നല്ല കേട്ടെ. ചേച്ചിക്കത് പിന്നെ ആർക്കിടിക്കാനാ? ഇത് ഇങ്ങനെ ഇട്ട് ഇളക്കണം കേട്ടോ. ഇരുവിടെ അവിടെ. എന്റെ പൊന്നെ, മനുഷ്യനെ ഇങ്ങനെ തീ തീറ്റിക്കരുത്. രാവിലെ മുതൽ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. ഇപ്പൊ വരും, ഇപ്പൊ വരും, ഇപ്പൊ വരും. ഇപ്പഴാ സമാധാനമായത്. ചേച്ചി ചെല്ലി ചെല്ലി, അവിടെ ഉണ്ട്, അവിടെ ഇല്ല. മത്സ്യകന്യകെ ഒന്ന് കാണണം. മോളെ, പാല് ഇത്ര ലേറ്റ് ആകരുത്. അകത്തേക്ക് നോക്ക്. ഇപ്പഴാ പാല് വന്നേ.
പെണ്ണാണല്ലോടി. എന്ത് പറയുന്നു എന്റെ ചേച്ചി? ആ പത്രക്കാരൻ ചെക്കൻ സൈക്കിൾ ദേഹത്ത് കൊണ്ട് കയറ്റിയതല്ലേ? സൈക്കിൾ കയറിയിട്ട് ഈ ശരീരത്തിൽ ഒരു ചെളുപ്പം കാണില്ല. പോടാ. എന്തത് കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് കൊടുത്തില്ലെങ്കിൽ മോളെ രാധേ എടി കൊല്ലത്തി. എന്താപ്പാ? അപ്പൊ നിനക്ക് ചെവി കേക്കാല്ലേ? എനിക്കെന്താ അടുക്കള പണിയില്ലേ? ഓ വലിയ പണിക്കാരി. അപ്പം പോവാ ചന്തയിലോട്ട്. ശ്രദ്ധിച്ചോണേ. ശരിപ്പാ. അപ്പാ സാധനങ്ങൾ വാങ്ങാൻ തന്ന ലിസ്റ്റ് എടുത്തില്ലേ? ഉവ്വേ. എന്തെങ്കിലും വാങ്ങാൻ മറന്നാലുണ്ടല്ലോ. ഉത്തരവ് അടി എന്റെ മോശം വരില്ല. എന്റെ പുന്നാര മോളല്ലേ. അപ്പം വരട്ടെ. മനുഷ്യ കണ്ണൂടെ ഒന്ന് നോക്കിട്ടൂടെ? നോക്കില്ല എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? എടാ അത് വിൽക്കാനാ. കത്തി വേണോ? കത്തി കത്തി വേണോ? കത്തി വേണ്ട. വേണ്ടേ? വേണ്ട വേണ്ട. നാരായണ ഇതാരാ? കത്തി ഉണ്ടോ? നല്ല കത്തി ഉണ്ടല്ലോ. முத்துவுக்கு அப்பா வேணா. நாராயணகுலனுக்கு காசு கொடுத்தது തന്നെ இந்த മോളെ பார்த்துட்டா. ஆனா முத்துவுக்கு പലിശയെങ്കിലും കിടക്കണം. അത് இந்த മോൾ തന്നാലും മതി. അപ്പൊ വന്നിട്ട് പറയാം. ഇവിടെ കാശൊന്നുമില്ല. നിങ്ങളിപ്പോ പോ. ഇപ്പൊ പോയി പിന്നെ കാണണം എന്നല്ലേ? അപ്പുറം பார்க்கலாம். എന്താ പേടിച്ചു പോയോ? പേടിച്ചത് ഞാൻ വിചാരിച്ചു ആ കാളിമുത്ത് എങ്ങാനും. കാളിമുത്തോ? ഇവിടെയോ? അതെ, വാഷിലെ ഞാൻ കുളിക്കുന്ന നോക്കി നിൽക്കായിരുന്നു. പുറത്തിറങ്ങിയപ്പോഴാ കണ്ടത്. അപ്പൊ എന്തൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഊഹിക്കാവുന്നേ ഉള്ളൂ. നീ വാ. ஓஹோ அப்படியா? എന്നിട്ട് അണ്ണ മൊത്തമാ பார்த்தாச்சா? அப்பா என்ன அழகு. ஓ இந்த மாதிரி ஒரு ஃபிகரை என்னோட லைஃப்லயே பார்த்தீங்களாப்பா. பாரு அந்த பொண்ணு கண்ணு ஐஸ்வர்யா ராய் மாதிரி. ஓ அதுக்கும் கீழே பார்த்தா சுஸ்மிதா சென் மாதிரி.
அதுக்குங்க ரொம்ப ரொம்ப வேண்டா ரொம்ப பொண்ணுன்னா அந்த பொண்ணு தான்டா. என்ன பிரயோஜனம்னா அந்த பொண்ணு ஏதோ முருகனுக்கு சொந்தம் தானே. நோ, இங்க பாருங்கண்ணா, அந்த பொண்ணுக்கு நான் தான் முருகன். കുട്ടിയോപ്പിയയിൽ എന്താണ് സംഭവിച്ചത് സുഹൃത്തുക്കളെ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. ചിന്താഗതികളുടെ ഭാഗമായിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? അതുകൊണ്ട് തന്നെയാണ് ഉത്യോപ്യയിൽ വെള്ളപ്പൊക്കം മൂലം ദുരിതം അനുഭവിക്കുന്ന പട്ടിണിപ്പാവങ്ങളെ സഹായിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. സംഭാവന കൂമ്പാരമാവുമ്പോഴേ ഈ പരിപാടി ഗംഭീരമാവുകയുള്ളൂ. സംഭാവന അതാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ സംഭാവന അല്ല, രാവിലെ തന്നെ തുടങ്ങിയല്ലോ. പോടെ. അമ്മയുടെ പുതിയ ലക്കം പൂങ്കിനാവ് വായിച്ചിരിക്കും. അടുത്ത ലക്കം എന്നാ വരിക സണ്ണി? പൂങ്കിനാവിന്റെ ഒരു കാര്യം അത് ഉടനെ വീട്ടിലെത്തിക്കാം. അല്ല അമ്മിണി വീട്ടിൽ കാണും. എന്താ പരിചയക്കാരാണ്. ആ പഴയ പാണ്ടി ആരാ പറഞ്ഞ? ഇറങ്ങ ഇറങ്ങ, ഒന്ന് വേറെ ഇറങ്ങ. ആ എടുക്ക. ആ ആ ആ ശരി. ആ പോ പോ. റൈറ്റ്. പുതിയ ആളായിരിക്കും. അല്ല, 10-15 വർഷമായി. അല്ല, ഞാൻ ലോക്കൽ കമ്മിറ്റി സണ്ണി. ലോക്കലാണെന്ന് മനസ്സിലായി. പാർട്ടിയുടെ നയപരിപാടിയുടെ ഭാഗമായിട്ട് എന്റെ പൊന്നു ചേട്ടാ, വേറെ വല്ല പണിക്കും പോയിക്കൂടെ? ദേശീയ അന്തർദേശീയ ശല്യം ചെയ്യാതെ എന്റെ പൊന്നിയേട്ടൻ പോയാട്ടെ. ഇപ്പൊ ഞങ്ങളൊരു ഭൂഷ തന്നെയല്ലോ. കഞ്ഞി സംഭാവന. ഇതിന്റെ ഉടുക്കോ? ഇത് ഉഗാണ്ട സംഭാവന. പാർട്ടിയുടെ നയപരിപാടിയുടെ ഭാഗമായിട്ട്. ശരി, കൊള്ളാലോ. പുഷ്കര, ഇനി എവിടെയല്ല ഞാൻ സംഭാവന ചോദിച്ചാൽ എന്തൊരു മടിയാ. അല്ല, വെറുതെ അല്ലല്ലോ, ചോദിച്ചിട്ടല്ലേ. എന്താ പിന്നെ ചേട്ടാ പച്ചത്തേന്ന് നോക്കിയേ, ഇന്ന് ഫുൾ സെറ്റിൽമെന്റ്. ആ, അപ്പൊ തൊഴിലാളി വർഗത്തിന്റെ പോക്കറ്റ് കാര്യമാക്കി അർത്ഥം. ചേട്ടാ, ചേട്ടനത് പറയരുത്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ പ്രതിനിധികളാണ് ഞങ്ങൾ എന്ന് കരുതി ഞങ്ങൾക്കും ജീവിക്കട്ടെ ചേട്ടാ. ഓ എന്ന് എന്നും അങ്ങനെ തന്നെ. ആ അയ്യോ, ഇതൊന്നും വേണ്ട. ദോശയും മുട്ടയും കഴിച്ചോളൂ. യാത്ര ചെയ്ത് വന്നല്ലേ, നല്ല ക്ഷീണം കാണുമെന്ന് എനിക്കറിയാം. നാണപ്പെട്ട ഏതായി പുതിയ കക്ഷി? അയ്യോ അറിയില്ലേ? ഇല്ല. നമ്മുടെ പുതിയ പോസ്റ്റ്മാനാ, പേര് ഉണ്ണികൃഷ്ണൻ. ഇവനാൾ ഉണ്ണി തന്നെ. ചേട്ടാ, ഉണ്ണിയുടെ താമസക്കാര്യം ആ പഴയ പോസ്റ്റ്മാൻ താമസിച്ച വീട് ഒഴിഞ്ഞു കിടക്കുകയല്ലേ? അതെ, അതിനെന്താ, നമുക്ക് ശരിയാക്കാം. പറ. നന്നായി ശരിയാവൂലടാ. വാ നിൽക്കൂ ചേട്ടാ, ആ വീട് ഒന്ന് കാണിച്ചു കൊടുക്ക.
എടി മോളെ, അപ്പം കടം വാങ്ങിയത് നേരാ. നമ്മുടെ ബുദ്ധിമുട്ടുകൊണ്ടല്ലേ പലിശ മുതലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്തത്. ആ പണ്ടത്തെ പോലെയാണോ? ഇപ്പെല്ലാം കമ്പനി സാധനങ്ങളല്ലേ. എന്തായാലും ശരി, പലിശ പലിശ എന്നും പറഞ്ഞ് ആ വഷള എങ്ങോട്ട് വരാൻ പാടില്ല. ആ അവനൊരു ചുക്കും ചെയ്യില്ല. അവന്റെ മൂത്ത ചേട്ടനില്ലേ, ആ കുടുംബീകരൻ വേലുമുത്തു എന്ന അവനെ ഞാൻ പേടിച്ചില്ല. പിന്നെയാണോ ഈ ഊളമുത്തു? ഒന്ന് പോകാൻ പറയടി. അപ്പനൊന്നും പറയണ്ട, എങ്ങനെയെങ്കിലും അവന് കാശ് കൊടുക്കണം. അപ്പം കൊടുത്തില്ലേലും അത് കൊടുക്കാൻ വേറെ ആളുണ്ടടി. ആര്? മുരുകൻ. തുടങ്ങി അപ്പന്റെ ഒരു മുരുകൻ. അവന്റെ മുരുകനല്ല, എന്റെ മുരുകൻ. ഉം. അവൻ വന്നാ എല്ലാ പ്രശ്നവും തീരും. ഓ ഓ ഓ പെണ്ണിന്റെ ഒരു നാണം. ആ. ആ പോസ്റ്റ്മാൻ ആളൊരു മിടുക്കനാണെന്നാണല്ലോ ചേച്ചി കേട്ടത്. ആണെന്നോ? നല്ല വെളുത്ത് തുടുത്ത് ഉയരമൊക്കെ ആയിട്ട്. എന്റെ ജാനകി, ഈ നാട്ടിലെങ്ങും ഇല്ല അതുപോലെ ഒരാണ്. നടക്കട്ടെ നടക്കട്ടെ മോളെ. പോസ്റ്റ്മാൻ ഇപ്പൊ ഏത് സമയത്ത് അവിടെ തന്നെയാണല്ലോ. ഈ ജാനകി, ഇനിയിപ്പം നാണപ്പൻ ചേട്ടന്റെ കാര്യം പോക്ക. അല്ലെങ്കിലും അങ്ങനെ കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇനിയിപ്പൊ അങ്ങനെയൊക്കെ തോന്നും. അതെ, അക്കാര്യം ഞാൻ ഏറ്റു. പക്ഷേ ഡൽഹി വരെ പോകേണ്ടി വരും. നല്ല ചില്ലറ ചെലവ് വരും. സാരമില്ല, ഞാൻ ഏറ്റു. ഇത് വൈകിട്ട് മന്ത്രിയെ நான் போட்டு கொடுக்கறேன். மோளுக்கு பலா முட்டு கட்ட போட்டு தரேன். வாசி பிடிக்காத மூடு நான் போட்டு தரேன். അങ്ങനെ അണ്ണനെ തല്ലിട്ട് നീ ഓടിയാടേ. എന്താ തണ്ണി ഇത്? ഓടിങ്ക കൈയെടുക്ക. എന്താണോ? ഓടാ ഓടാ. ആ ലെവലാതി നിങ്ങൾ വെക്ക്. ഞാനങ്ങ് വേർത്ത് പോയി. അയാൾ ആ സമയത്ത് ഏതാടി അയാള്? നിനക്കയാളെ മനസ്സിലായില്ലേ? ഇവിടുത്തെ പുതിയ പോസ്റ്റ്മാനാ. ഉണ്ണികൃഷ്ണൻ എന്ന പേര്. ഓ അത് ശരി. സിനിമയിലൊക്കെ കാണുന്ന നായകനെ പോലെ ഉണ്ട് അല്ലേ? പാവം, ആ കൊച്ചു പേടിച്ചു പോയി. അതിന് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തോണ്ടല്ലേ. ആ പാണ്ടി കാളിമുത്തു അവൻ ഇത്തിരി കാശുള്ളതിന്റെ അഹംഭാവാ. പിന്നെ ഞാൻ ഇടപെടായിരുന്നു പാർട്ടിയുടെ. അതിരിക്കട്ടെ, ഏതാ കുട്ടി? കൊല്ലത്തിയാ, കൊല്ലം നാരായണന്റെ മോള്. ഇവിടെ അടുത്താ.
ഓ അത് ശരി. അപ്പൊ അവക്ക് മറ്റാരുമില്ലേ? ഏതോ ഒരു മുറച്ചെറുക്കം മുരുകനുണ്ടെന്നൊക്കെ പറയുന്നു. ആ തണ്ടപ്പൊരി അവനെയും കാത്തിരിക്കാം. എവിടെ നമുക്കൊന്നും ഒരു പ്രയോജനം ഇടുന്നേ. വാ. എന്താപ്പാ, എന്തു പറ്റി? അപ്പനെല്ലാം അറിഞ്ഞു മോളെ. ഏതായാലും അവന്റെ കരണക്കുറ്റിക്കിട്ട് കൊടുത്തത് നന്നായി. എന്റെ മുരുകനൊന്ന് വന്നോട്ടെ. അതുവരെ ക്ഷമിക്കുക ഞാൻ. കാളിമുത്തുമല്ല ഏത് മുത്തു വന്നാലും ശരി, കണക്കൊപ്പ തീർക്കും ഞാൻ. അതുവരെ മോളൊന്ന് കണ്ടു അറിഞ്ഞ് നിന്നേക്കണം. ശരിപ്പാ. ഇത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. എന്താ? ഉണ്ണിക്കുട്ടൻ എന്താ താമസിച്ച്? ഒന്നുമില്ല. അല്ല, ഇവിടെ വന്ന ഉണ്ണിക്കുട്ടൻ കുളിക്കുന്നെന്നറിയാം, അതുകൊണ്ട് ചോദിച്ചതാ. പുഴയിലാകുമ്പോ കുളിക്കാനൊരു സുഖമുണ്ടല്ലോ. ഞാൻ പോയി കുളിക്കട്ടെ. ഞാൻ പോവാ. ഇതാണ് വീടല്ലേ? അതെ. അപ്പനിവിടെ ഇല്ല. ശരി, ഞാൻ വരട്ടെ. അണപ്പന്റെ കടയില് പാലിന് നല്ല കട്ടിയ, വെള്ളം ചേർക്കില്ല എന്നർത്ഥം. ഇതാ പുഷ്കര ചായ. നാണപ്പേട്ടോ? ഓ, നാട്ടുകാരാണ് നടപ്പിലാക്കിയ പിന്നെ കാർച്ചായത്തി നാണപ്പേടിന് കട പൂട്ട. ഞാൻ ഉണ്ണികൃഷ്ണൻ. രാധ. മോളെ, നീ വന്നേ. കത്ത്. മുരുകന്റെ എഴുത്താ?
ഒന്ന് വായിച്ചു നോക്കും മോളെ, ഒന്ന് വായിക്കേ. അയ്യോ മുരുകന്റെ ദൈവമേ. എന്നാ ഞാൻ പോട്ടെ. അയ്യോ അങ്ങനെ പോയാൽ പറ്റില്ല. ആദ്യമായിട്ട് മുരുകന്റെ കത്ത് കൊണ്ടുവന്ന ആളല്ലേ. ഒരു ചായ കുടിച്ചിട്ട് പോവാം. മോളെ ചായ ഉണ്ടാക്കി പോയി ഇല്ലേ? വാ. നിങ്ങൾ സത്യത്തിൽ പോസ്റ്റ് മാനല്ല, എന്റെ പോസ്റ്റ് മോനാ. ഇഞ്ഞു വന്നേ. വാ 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 വാ. ഇതാര് നാണപ്പേട്ടനോ? വാ. നല്ല പാലുള്ളതിനാണല്ലോ. എന്നാലും എന്നോടിച്ച് അത് വേണ്ടായിരുന്നു. തന്നോണ്ടിരുന്ന പാല് നിർത്തിക്കളഞ്ഞതെന്താ? അത് പിന്നെ എങ്ങനെയാ പാല് കൊണ്ടുവരുന്ന പെണ്ണിന്റെ പുറത്ത് കയറി കിടന്ന പിന്നെ പെണ്ണ് വരൂ? അയ്യോ, അത് കയ്യബദ്ധം പറ്റിയതാ. ഒരു കൊല കാരണം. എന്ത് അബദ്ധമായാലും പെണ്ണിന് ഈ കടയിലോട്ടില്ല. എന്നാ പിന്നെ പാല് നിങ്ങൾ തന്നാ മതി. അങ്ങനെ നിർബന്ധമാണെങ്കിൽ പെണ്ണിന്റെ അപ്പന്റെ അടുത്ത് കൊടുത്തു വിടാം. അത് വേണ്ട. ഒന്നേ മോള് കൊണ്ടുവരണം, അതെ അമ്മ കൊണ്ടുവരണം. അപ്പം പാല് കൊണ്ടുവരണ്ട. ഉണ്ണിക്കുട്ടിന് അപ്പം മുട്ട എടുക്കട്ടെ? ദിവസവും അപ്പവും മുട്ടയും തിന്നാൻ എനിക്ക് കലക്ടോദ്യോഗമൊന്നും അല്ലല്ലോ. ഞാനൊരു പാവം പോസ്റ്റ്മാനാ. എനിക്ക് ദോശ മതി. അയ്യോ ചേച്ചി, ചമ്മന്തി മതിയായിരുന്നു. ഓ, ഇത് മുട്ടക്കറിയുടെ ചാറാ. ഉണ്ണിയുടെ ദോശക്കടിക്ക് മുട്ട. ഈ കത്തികളൊക്കെ പൊന്നാനിക്ക് കൊണ്ടുകൊണ്ടാ. അയാൾ വരുന്ന ബഹളം വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? മോളെ മോളെ കത്തുണ്ടോ നോക്കിയേ. എന്ത് ചെയ്ത്? ഇത് ഗംഗാരനാർക്കുള്ള പറഞ്ഞ പോലെ എന്നും കത്തേക്കാൻ അവനെന്താ ഭ്രാന്തുണ്ടോ? അപ്പൊ നീ ഒറ്റ വിചാരിയുള്ളൂ, മുരുകന്റെ കത്ത് വന്നോ മുരുകന്റെ കത്ത് വന്നോന്ന്. എന്നാ ഞാൻ പോട്ടെ. മോളെ രാധേ, രാധേ എവിടെ? മോളെ എവിടെ വിള? എന്താ ഇത് കണ്ട മുരുകന്റെ കത്ത് പിന്നെയും വന്നു. അയ്യോ, പോസ്റ്റ്മാനി കത്ത് കാണപ്പോ എന്റെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു സന്തോഷം. അതുകൊണ്ട് പോസ്റ്റ്മാൻ ഉണ്ടെങ്കിൽ ഊണൊന്നും ഇവിടെയാ. എന്താ അപ്പന് മീനൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് മോള് ജാനകിയുടെ വീട്ടിൽ പോയിട്ട് അവിടെ മീൻ എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കിട്ട് വാ. എന്തെങ്കിലും കാണും. ഈശ്വര ഭഗവാൻ ഈശ്വര.
ജാന ചേച്ചി, ജാന ചേച്ചി, എന്താ രാധക്കുട്ടി? കുറച്ച് മീനുണ്ടോ കിട്ടാൻ? അയ്യോടി, ഈ നേരത്തോ? ഉണക്കമീൻ മതിയോ? ആ മതി. എന്നാ വാ. കറികളൊക്കെ നന്നായിട്ടുണ്ടാവോ? ദൈവത്തിനറിയാം. അസലായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് വന്ന പിന്നെ ഇത്ര നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. എല്ലാം എന്റെ കുട്ടിയുടെ കൈപ്പുണ്യ, മുരുകന്റെ ഭാഗ്യ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അല്ല, നല്ലൊരു കാപ്പിയോ ചായയോ ഊണോ കഴിക്കണമെന്ന് തോന്നുമ്പോ ഇങ്ങോട്ട് വരിക. ആ, ശരി, ശരി. ആയിക്കോട്ടെ. ആ, ശരി. ആ. അപ്പൊ എന്നെ തിരിച്ചറിയും. ആനാ കാളിമുത്തുവിന് പണം കൊടുക്കാനുള്ള കാര്യം മാത്രം അറിയും. മുത്തു വളരെ കഷ്ടത്തിലാ, അതുകൊണ്ടാ എന്നോട് ക്ഷമിക്കണം. മുത്തു എല്ലാരോടും ക്ഷമിച്ചാ മുത്തു തിണ്ടിയാകില്ലേ? മുത്തുവിന് പണവും പലിശയും ഇപ്പൊ വേണം. പണത്തിന് പണം തന്നെ വേണ്ട മുത്തു. എന്റെ കയ്യിലിപ്പോ പണമായിട്ട് തന്നെ വേണമെന്നില്ല. തങ്കം പോലൊരു മോളുണ്ടല്ലോ, കൊല്ല എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? മുത്തൂന് ഇത്തിരി സ്നേഹം കിട്ടിയാ മതി. മോളുടെ കയ്യിൽ നിന്ന് പലിശയായിട്ട് കൂട്ടിക്കൊള്ളാം. മുത്തു, മാനം ഞങ്ങൾക്ക് ജീവനേക്കാൾ വലുതാ. ചോദിക്കാൻ ആളില്ലെന്ന് കരുതണ്ട. നിന്റെയൊക്കെ ഒരു മാനം മുത്തുവിന്റെ പണവും പലിശയും തന്നില്ലെങ്കിൽ ആ മാനം പപ്പടം പൊടിക്കുന്ന പോലെ ഞാൻ പൊടിക്കും. ഉരുക്ക് ചതക്കണ കൈയാടായത്. ആ നായ്. എന്താ ഇതപ്പാ? എന്ത് പറ്റി? വയ്യ മോളെ, ഇനിയും എന്നെ കൊണ്ട് ക്ഷമിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ പോവാ. അപ്പൻ എങ്ങോട്ട് പോവാൻ? മുരുകന്റെ അടുത്തേക്ക്. എങ്ങനെയാ അവനെ കണ്ടുപിടിച്ച് വിളിച്ചോണ്ട് വരും ഞാൻ. അപ്പനെ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? വേണ്ടപ്പ, അയാള് വരുമ്പോ വരട്ടെ. പറ്റില്ല മോളെ. ഇപ്പൊ ഈ കനല് എന്റെ നെഞ്ചിനകത്താ. അപ്പൻ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. മോളെ, അപ്പൻ രാത്രി വീട്ടിലുണ്ടാവില്ല. മോള് വീട് പൂട്ടി അപ്പുറത്തെ ലക്ഷ്മിയടുത്ത വീട്ടിൽ പോയി കിടന്നോ. ശരിപ്പാ. ആ ഉണ്ണിയോ, നന്നായി. മോനെ കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. മോനെ, ഞാൻ മുരുകന്റെ അടുത്തേക്ക് പോവാ. സ്വന്തം കൂടപ്പിറപ്പിനെ പോലെ അവിടെ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാൻ വരുന്നത് വരെ. ഞാൻ പോട്ടെ.
അപ്പനില്ലാത്ത രാത്രിയിൽ ഞാൻ ഇന്നേ വരെ ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഒറ്റയ്ക്കല്ലല്ലോ, കൂടെ ഞാനുമില്ലേ. ഒരു രാത്രിയല്ല, 1000 രാത്രിയിൽ വേണമെങ്കിലും ഞാൻ കൂടിയിരിക്കും. പക്ഷേ മുരുകൻ വന്ന് നിന്റെ കൈ പിടിച്ച് കൂടെ കൊണ്ടുപോയ ഈ ഉണ്ണി എന്ത് ചെയ്യും? പ്രകൃതിയേക്കാൾ എത്ര മനോഹരിയാണ്. വേണ്ട ഉണ്ണി, വേണ്ട, എനിക്ക് പേടിയാ. ഉണ്ണി നിനക്ക് ഭയമാണ്. അപ്പൊ നീ മുരുകന്റെ പെണ്ണാ, മുരുകന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ? ഇല്ല ഉണ്ണി, മുരുകന് കൊടുക്കാൻ എന്റെ അടുത്ത് എന്താണുള്ളത്? ഇല്ല, ഒന്നുമില്ല. തന്തപ്പടി പോയിട്ട് മുരുകനെ കണ്ടില്ലെന്ന് വെച്ച് കാര്യം ഇങ്ങനെ നിസ്സാരമായിട്ട് തള്ളാൻ പറ്റില്ല. ആ പണ്ടായ നാളെയോ മറ്റോ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ടോ? അപ്പൊ പിന്നെന്ത് ചെയ്യും? ഉള്ള കാര്യം നമുക്ക് തുറന്നു പറയാം. എന്താ? എന്നാലും ഇത്ര പെട്ടെന്ന് തന്നെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോരല്ല. നിനക്കറിയാലോ, എനിക്കുമില്ല അച്ഛനും അമ്മയും ചേട്ടനും അല്ല. അവരോടും കൂടി ഒന്ന് ആലോചിക്കാതെ എന്തായാലും എനിക്ക് കുറച്ച് സമയം വേണം. നിന്റെ സമയം ശരിയാകുമ്പോഴേക്കും ആ പെണ്ണെ വേറെ ആമ്പിള്ളേര് കൊണ്ടുപോകും. പിന്നെ അണ്ടി പോയ അണ്ണാനെപ്പോലെ നിൽക്കേണ്ടി വരും. എന്നാലും എന്റെ രാധി, നിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു. ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ എന്റെ അമ്മയെ എനിക്കത് ആലോചിക്കാനേ വയ്യ. നീയോ ആരെങ്കിലും പ്രേമിച്ച് നോക്ക്, അപ്പൊ അറിയാം അതിന്റെ ഒരു സുഖം. അയ്യോ, എനിക്കതിനുള്ള ധൈര്യമൊന്നുമില്ല. നീ പ്രേമിച്ച് നോക്ക്, അപ്പൊ ധൈര്യം താനെ വന്നോളൂ. എന്താ നോക്കുന്നു? പാവം,
പാവോ? ആര് പാവം? അല്ല, ഞാൻ മുരുകനെ കുറിച്ച് പറഞ്ഞതാ. ഇനിയിപ്പോ മുരുകൻ ചേട്ടൻ വന്നാൽ എന്റെ അപ്പനെ കിട്ടും. ഉണ്ണി, എന്താ ഉണ്ണി ഒരു വെപ്രാളം? ആദ്യമായിട്ട് കാണുന്നത് പോലെ. ഏയ് ഒന്നുമില്ല, ഞാൻ പുറത്തേക്ക് ഇറങ്ങായിരുന്നു. ചേച്ചി എന്തിനാ വന്നത്? ഇന്ന് എന്റെ പിറന്നാളാ. അമ്പലത്തിൽ പോയി വരുന്ന വഴിയാ. അപ്പൊ പിന്നെ ഉണ്ണിയെ കണ്ടിട്ട് പോവാന്ന് കരുതി. ഈ പായസം ഉണ്ണിക്ക് തരികയും ചെയ്യാം. താങ്ക്സ് ചേച്ചി, ഞാൻ പിന്നീട് ഒന്ന് കഴിച്ചോളാം. അതെന്താ ഉണ്ണി, എന്തോ ഒരു പരിഭവം. ഞാൻ വന്നത് ഇഷ്ടമായില്ലേ? സത്യം പറഞ്ഞാൽ ഉണ്ണിയെ കാണാതെ. അയ്യോ അതെന്താ, ഞാൻ കടയിലോട്ട് വരാറുണ്ടല്ലോ. വരണം, എപ്പോഴും വരണം. അതാണ് എന്റെ ആഗ്രഹം. ചേച്ചി എന്നാ നമുക്ക് ഇറങ്ങാം. അപ്പോ ഉണ്ണിക്ക് എന്നോട് സ്നേഹമില്ലേ? ഉണ്ട്, സ്വന്തം കൂടപ്പുറപ്പിനോടെന്ന പോലെ. എനിക്ക് അങ്ങനെ കാണാൻ കഴിയും. പ്ലീസ് ചേച്ചി ഇപ്പൊ പോണം, എനിക്ക് ജോലിക്ക് പോകാനുള്ളതാ. ഇതിലുള്ളതിലും നല്ല നോവലാ, വായിച്ചു നോക്ക്. അവരെ എന്നെ കാണാൻ വന്നതാ. അഖില ലോക തൊഴിലാളി വിമോചന മുന്നണി ഫെഡറേഷന്റെ സംസ്ഥാന ലോക്കൽ കമ്മിറ്റി സണ്ണി, നമസ്കാരം. അല്ല, ഈ പോസ്റ്റ്മാൻ ഉണ്ണികൃഷ്ണൻ? ഉണ്ണികൃഷ്ണൻ? അയ്യോ, ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ. എന്താ വല്ല കത്തോ മണിയോടോ? അതല്ല, ഞാൻ ഉണ്ണിയുടെ ചേട്ടനാണ്. ഇത് അച്ഛൻ, ഇത് അളിയൻ. ഞങ്ങൾക്ക് ഇപ്പൊ നാട്ടിൽ നിന്ന് വരികയല്ലേ? വിശേഷിച്ചു വല്ലതും? ആ, വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുണ്ട് വിശേഷങ്ങള്. ഞങ്ങൾക്ക് അവനെ ഒന്ന് കാണണമല്ലോ. ഇവിടെ അടുത്താ, ഞാൻ കാണിച്ചു തരാം. വാ, ആ. വാ. ഇപ്പൊ വരാം കേട്ടാ. ചാച്ചാ. പുറകെ കയറാം. വാ. രാഘക്കുട്ടി, ഉണ്ണി തന്ന കത്ത. ഉണ്ണിക്ക് എന്ത് പറ്റി? ഉണ്ണി അവന്റെ അച്ഛനും ആൾക്കാരും വന്ന് നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ബാത് പിടിക്കടുമാ? വേണ്ട, എന്നെ പിടിക്കണം. ആഹാ. ഞാൻ തന്നെ നടന്നോളാം. എന്റെ ഭാര്യ എന്നെ കാത്തിരിക്കുക. വരുന്നു. ഇതാരാണ് ഇവിടെ പാല് കിട്ടെ? ഞാൻ അങ്ങോട്ട് പോകുമ്പോ ഇല്ലാതെ.
എന്റെ കരണേ നാണപ്പച്ചേട്ടൻ കാത്ത് ഇത്ര നേരം ഇവിടെ നിൽക്കുമായിരുന്നു. ഞാൻ എത്തിയില്ലേ? എന്നെ നോക്ക്, നമുക്കൊന്ന് ആഘോഷിക്കണം. തൃശ്ശൂർ പൂരം കണ്ടിട്ടുണ്ടോ? അവിടുത്തെ വെടിക്കെട്ട് കണ്ടിട്ടുണ്ടോ? നാണപ്പച്ചേട്ടനെ കാണിച്ചു തരാം. ഈ നാണപ്പച്ചേട്ടനെ കാണിച്ചു തരാം. നിന്റെ മോന്തൊക്കെ എന്നാടി ഇത്ര കാട്ടി? വണ്ടി കിടന്ന് കണ്ടില്ലേ, 10-15 വർഷമായി ഞാൻ ഈ തൃശ്ശൂർ പൂരവും വെടിക്കെട്ടും കാണാൻ തുടങ്ങിയിട്ട്. ഭർത്താവാണ് പോലും. ഒരു കുഞ്ഞിക്കാലി കാണാത്ത എന്താണെന്ന് അങ്ങേരോട് ചോദിക്കാൻ ഒരു പട്ടിയില്ല. കാർത്തിയാനി ചീത്തയാണ്, കാർത്തിയാനി ചീത്തയാണെന്ന് പറയാനേ നാട്ടുകാരുള്ളൂ. എന്താടി നീ വന്നേ അപ്പൻ ചോദിച്ചാ നീ സത്യം പറയണം. അപ്പനില്ലാത്ത നേരം ഒരു ജനങ്ങാനും വന്നു. അപ്പൊ പിന്നെ ആരാ നിന്നെ ചതിച്ചവരാരാ? ആരാ നിന്നെ ചതിച്ചവരാര്? സത്യം പറഞ്ഞു നിന്നെ പുല്ലാണ്. മുരുകൻ വന്നാ ഞാൻ ഇനി എന്ത് സമാധാനം പറയും? മുരുകനോട് ഞാൻ എന്ത് പറയും? എന്താടി എന്റെ മുരുകൻ മരിച്ചോ? അല്ലെങ്കിൽ അവൻ ആരെങ്കിലും കൊന്നോ? അവൻ കത്തയച്ചതല്ലേ
വരാന്ന് പറഞ്ഞതല്ലേ എന്റെ പൊന്നുമക്കളെ. അപ്പനെ നീ ചതിക്കായിരുന്നല്ലേ മോളെ. വായിച്ചു നോക്ക്. ഉണ്ണിയേട്ട് എനിക്ക് കൊടുത്തേച്ച കത്ത. എന്റെ രാധേ, അച്ഛനും ചേട്ടനും വന്നു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ചു വരും. ഒരു കാര്യം പ്രത്യേകിച്ച് നിന്നെ അറിയിക്കുകയാണ്. മുരുകൻ ഒരിക്കലും വരില്ല. മുരുകൻ കത്തുകൾ അയച്ചിട്ടുമില്ല. മുരുകൻ്റെതായി വന്ന കത്തുകൾ ഞാൻ തന്നെ എഴുതിവിട്ടതാ. എന്നോട് ക്ഷമിക്കണം. നിന്നോട് തോന്നിയ സ്നേഹം അതിന് കാരണം. നിന്നിലേക്കും നിന്റെ വീട്ടിലേക്കും നിന്റെ മനസ്സിലേക്കും കടന്നു വരാൻ വേണ്ടി ഞാനൊരു ചെറിയ തെറ്റ് ചെയ്തു. മാപ്പ്, ഒരു 100 വട്ടം മാപ്പ്. കാത്തിരിക്കണം. രാധ എന്റേതാ, എന്റേത് മാത്രം. അപ്പോ ഈ അവനും കൂടി എന്നെ ചതിക്കായിരുന്നു. കാണണ്ട, എനിക്ക് ആരുമില്ല. ഈ കൊല്ലം നാരായണ ആരുമില്ല. എനിക്ക് ആരുമില്ല. ആരുമില്ല. എനിക്ക് ആരുമില്ല. നീ പറഞ്ഞത് സത്യമാണോ? എന്റെ സണ്ണിച്ചായ, நான் சொல்றது சத்தியமா. ഉണ്ണികൃഷ്ണനോட കല്യാണം ഉറപ്പിച്ചു. പട്ടണത്തിൽ ഏതോ പെരിയ പണക്കാരി പെണ്ണുമായിട്ട്. അണ്ണൻ പട്ടണത്തിൽ പോയപ്പോ അറിഞ്ഞതാ. എല്ലാർക്കിട്ടെയും ചൊല്ല சொன்னாங்க. ഇല്ല, അത് നടക്കില്ല. മുത്തണ്ണൻ പട്ടണത്തിൽ പെരിയ അണ്ണ കിட்ட പോയിരിക്കാറ്. വന്നാ തെരിയും ബാക്കി കാര്യങ്ങള്. ഇതിലെന്ത് ചതിയുണ്ട്? കഷ്ടം. നാപ്പന്റെ കാര്യമേ, ഭാര്യയും പോയി. ആ പാൽക്കാൽപ്പെണ്ണിന്റെ കാര്യം ഓർത്ത് ഈ കൊലത്തൊന്നും പിടിച്ചോണ്ടിരിക്കുന്ന വല്ല കാര്യമുണ്ടോ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോയി നോക്കിച്ചു വരാം. ആൾക്കാരോ, ഞാനാ. ഞാനാ സണ്ണി, ചേട്ടന്റെ എത്ര നേരം ഇരിപ്പ് തുടങ്ങിയിട്ട്. വന്ന് കഞ്ഞി കുടിക്കപ്പാ. ഞാൻ അവനെ വെട്ടി മുറുക്കും. ഞാൻ അവനെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചതാ. അവനെന്നെ
എന്താ മുത്തു? നമ്മൾ തമ്മിൽ ഒരു കണക്ക് തീർക്കാനുണ്ട്. ഒന്നാ കണക്ക് തീരൂ, എന്നാ കൊല്ലേ. ഇല്ല, തീരില്ല. എന്നാലും ബാക്കി നിൽക്കും. ഞാൻ നല്ലവനാണ്, സ്നേഹമുള്ളവനാണ്. ഞാൻ രാധയെ കെട്ടിക്കൊള്ളാം. உங்க மகள் கர்ப்பிணியானது എനിക്കറിയും. എന്നാലും ഞാൻ അവളെ സ്നേഹിച്ചുപോയി. அவளை எனக்கு வேணும். உங்களுக்கும் பொண்ணுக்கும் நான் தான் முருகன். இப்போ പറഞ്ഞതൊക്കെ സത്യമാണോ? എല്ലാം സത്യം.
മോനെ പോലെ നിന്നെ ഞാൻ സ്നേഹിച്ചത്. എന്നിട്ട് നീ എന്നെ ചതിച്ചുവല്ലേ? എന്നെ പറയാൻ അനുവദിക്കേ, ഞാൻ പറയാനുള്ളത് പറയട്ടെ. എന്തൊരു പറയുന്നത്? നീ എന്നെ ചതിച്ചുവല്ലേ? എന്നെ വിടണോ? എനിക്ക് എന്താ വേണ്ടേ? ഉണ്ണിയുടെ അച്ഛനും വീട്ടുകാരും വന്നിട്ടുണ്ടപ്പ. എന്നെ പെണ്ണ് ചോദിക്കാൻ വന്നാനപ്പ. നമസ്കാരം. നാരായണേട്ടാ, നമ്മുടെ ഉണ്ണിയുടെ അച്ഛനും അളിയനും ഒക്കെയാ. രാധകുട്ടിയെ ഉണ്ണിക്ക് വേണ്ടി പെണ്ണി ചോദിക്കാൻ വന്നിരിക്കുക. ശരിയാണ്. എന്റെ മകന് നിങ്ങളുടെ മകളെ ചോദിക്കാൻ വന്നതാണ്. സത്യമാണോ? പക്ഷേ എനിക്ക് ഒരാളോടുകൂടി ചോദിക്കാനുണ്ട്. നിനക്ക് ഈ നിൽക്കുന്ന പോസ്റ്റ്മാനെ
എന്റെ പോസ്റ്റ് മോനെ നിനക്ക് ഇഷ്ടാണോ? അപ്പം വാ കൊടുക്കട്ടെ. ആ, ആ. അപ്പാ